ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് വന്നിരിക്കുന്നത് ചെറുപയറും തേങ്ങയും ശർക്കരയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമല്ല, എന്നാൽ ഒട്ടും പഴുക്കാത്ത നേന്ത്രപ്പഴമല്ല, ആ ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ സൗകര്യം അതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ പഴം എല്ലാം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുപയർ പരിപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ തന്നെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയാൽ മതി, കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊരല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ടല്ല, കുറച്ച് തരിതരിയായിട്ട് തന്നെ വേണം പൊടിക്കാനായിട്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടണം. ഈ ഒരു പരുവത്തിലാണ് ഒന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ്. അപ്പോൾ അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നെയ്യിലോ എണ്ണയിലോ ഒന്നും അല്ല റോസ്റ്റ് ചെയ്യുന്നത്, വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കപ്പലണ്ടി നല്ല രീതിക്ക് തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ ഒരു പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു തേങ്ങയുടെ വെള്ളമൊക്കെ പോയി ഒന്ന് മൂത്തൊന്ന് വന്നാൽ മതി. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വന്നാൽ മതി. ഇതുപോലെ റോസ്റ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെറുപയറിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ ഇനി ബാക്കിയെല്ലാം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പലണ്ടിയും കൂടിയിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് അതും കൂടി ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കപ്പലണ്ടി പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്, അതായത് ഈന്തപ്പഴം. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്കൊരു 4-5 എണ്ണം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, എന്തായാലും കുഴപ്പമില്ല. ഇനി അതും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു ശർക്കരപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം മധുരേ കാണുള്ളൂ, ഓവറായിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴം നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ തോലൊക്കെ തന്നെ ഇതുപോലൊന്ന് വിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പഴം മറ്റൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴം ചൂടോടുകൂടെ തന്നെയാണ് ഒന്ന് മാഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി നല്ല രീതിയിൽ നമുക്ക് മാഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോടുകൂടെ തന്നെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ 3 പഴവും ഞാൻ മുഴുവനായിട്ടും ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊരു മാഷറോ അല്ല സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചതിന് ശേഷം അരിപ്പൊടി ചേർക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടി കൂടത്തിൽ തന്നെ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചതിന് ശേഷം ഒന്ന് കൈവച്ചും കൂടെ നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർക്കുമ്പം ആ ഒരു ചൂട് ഒരു അല്പം ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് കൈവച്ച് കുഴക്കുകയാണെങ്കിലും കൈ പൊള്ളുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഒരു മീഡിയം ചൂടേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ നല്ല രീതിക്ക് തന്നെ അധികം കട്ടകളൊന്നും ഇല്ലാണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഉരുളയായിട്ട് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ നോർമൽ കൊഴുക്കട്ടയൊക്കെ തന്നെ പരത്തുന്ന പോലെ അതേപോലെ തന്നെ ഒന്ന് കൈവച്ച് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കവറായി വരത്തക്ക വിധത്തിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒക്കെ തന്നെ പുറത്തേക്ക് പോകും, എണ്ണയൊക്കെ തന്നെ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതുപോലെ നമ്മൾ കൊഴുക്കട്ടയൊക്കെ തന്നെ ഷേപ്പ് ചെയ്യണ പോലെ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതേ രീതിക്ക് തന്നെ ഷേപ്പ് ചെയ്യണമെന്നും ഒരു നിർബന്ധമില്ല, നമുക്ക് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്കായിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് ഉരുട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ളൊരു റാപ്പാണ്. ഇത് നന്നായി തിളപ്പിച്ച വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു റാപ്പിലേക്ക് നമ്മൾ ഈ ബോൾസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം 2 സൈഡും ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്കിതുപോലെ കിട്ടും. നല്ല ഭംഗിയാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കാണാനായിട്ട്. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ റാപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ആ ഉരുട്ടിയ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ല രീതിക്കൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു 3 പഴം വെച്ചിട്ട് നമുക്ക് മാക്സിമം 8 എണ്ണ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഈ ഒരു വലുപ്പത്തിന്. അപ്പോൾ 4 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ നന്നായി മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇട്ടതും തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. ആ ഒരു നമ്മൾ കഷ്ടപ്പെട്ട് ലൈനൊക്കെ ആക്കിയെടുത്തത് എല്ലാം പോയി കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രം മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫില്ലിങ് പുറത്തേക്ക് പോയി കഴിയുമ്പോഴാണ് അതിനകത്തേക്ക് എണ്ണ കയറി വല്ലാണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് എണ്ണ കുടിച്ചെടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ തന്നെ കറക്റ്റ് സീലാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരം തന്നെയാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വരാം. അങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ആ ഒരു പഴത്തിൻ്റെ കോട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ തന്നെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. നോർമൽ നമ്മൾ പഴം വെച്ചിട്ടുള്ള കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയൊക്കെയാണ് ഫില്ലിങ് വെക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചുകൂടെ ആ ഉള്ളൊന്ന് കടിക്കാനും കിട്ടും. കുറച്ച് ക്രിസ്പി ആയിട്ട് കപ്പലണ്ടിയും അതുപോലെ തന്നെ ചെറുപയറും ഈന്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് ആ ഒരു ഫില്ലിങ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ഈ ലുക്കാണ് കാണാനായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പം ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.